നിന്നെ കാണാൻ ജോർജ് സാർ ഇവിടെ വന്നിട്ടുണ്ട്. നിന്റെ മുമ്പിൽ ജോർജ് സാർ ഇങ്ങനെ നിൽക്കുന്നുണ്ടേലേ, നീ ജോർജ് സാറിനെ ഇനിയും കുറെ അറിയാനുണ്ടരിയാ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മളിന്ന് അടുത്ത വണ്ടിയായിട്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ പ്രൈവറ്റ് ബസ്സാണ് നോക്കിയത്. അതിന് മുന്നേ നമ്മൾ 1S വോൾവോ 9600 നോക്കി. ഇന്ന് നമ്മൾ കൊണ്ടുവന്നേക്കുന്ന ടൂറിസ്റ്റ് ബസ്സാണ് ഗൈസ്. അപ്പോൾ ഞാൻ ലാഗ് അടിപ്പിക്കുന്നില്ല, ഞാൻ വണ്ടി കാണിച്ചു തരാം. അതെല്ലാവരും കണ്ടോ, ഇതാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്ന വണ്ടി ഗൈസ്. നമ്മുടെ ഹാക്കറിനെ തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. ഇന്ന് നമ്മുടെ ഹാക്കറിൻ്റെ റിവ്യൂ വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ ഞാൻ പ്രൈവറ്റ് ബസ് ചെയ്തപ്പോൾ ആലോചിച്ചാണ് ഒരു ATPയുടെ റിവ്യൂ ചെയ്യണമെന്ന്. അപ്പോൾ നമ്മുടെ ഹാക്കറിനെ തന്നെ നമ്മളിന്ന് കൊണ്ടുവന്നു. അപ്പോൾ ഇവൻ വരുന്നത് അശോക് ലൈലാൻഡ് വൈക്കിംഗ് 12 മീറ്റർ ചേസിസ് ആണ്, BS6 ആണ് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാക്കറിൻ്റെ ഫ്രണ്ട് ലുക്ക്. സെഡസ്ത്രയാണ് ബോഡി, ഫുൾ ബോഡി സെഡസ്ത്രയല്ല, ബാക്ക് ഔള് സെഡോൺ ആണ് ഗൈസ്. ആ ഒരു വ്യത്യാസം മാത്രമേ ഈ വണ്ടിക്കുള്ളൂ. ബാക്കി ഫുള്ള് സെഡസ്ത്രയുടെ ആണ്. ഈ സൈഡൊക്കെ നമ്മുടെ സെഡസ്ത്ര തന്നെ ആക്കിയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ ഫ്രണ്ടിലാണ് ഗൈസ് എയർ ഫിൽറ്റർ. ഞാൻ കാണിച്ചു തരാം. അപ്പം അതിന് മുന്നേ ഞാൻ ബാക്ക് വശം ഒന്ന് കാണിച്ചു തരാം ഗൈസ്. അപ്പം നമ്മൾ ഇവൻ്റെ അപ്ഡേഷൻ വീഡിയോ ഒക്കെ ചെയ്തതാണ്, എന്നാലും ഒരു റിവ്യൂ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചു, അപ്പോൾ ചെയ്തതാണ് ഗൈസ്. ഇതാണ് നമ്മുടെ ഹാക്കറിൻ്റെ ബാക്ക് സൈഡ്. അടിപൊളി ലുക്കാണ് ഗൈസ്. നമ്മുടെ ചെറുക്കൻ്റെ ഒരു ഇടിയൊക്കെ കിട്ടിയായിരുന്നു, അതൊക്കെ മാറ്റി നമ്മൾ സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ സൈഡ്. പിന്നെ ഇവൻ വരുന്നത് വെല്ലിടിക്കാണ് ഗൈസ്, നമ്മുടെ സാധാ ഡിക്കിയല്ല. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഡിക്കിയാണ്, ലേശം ഹൈറ്റും ഉണ്ട്. ഇപ്പോൾ വരുന്ന ഒട്ടുമിക്ക എല്ലാ ATP വണ്ടികളും വെല്ലിടിക്കാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഹാക്കറും ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ്. പിന്നെ ഇവൻ്റെ എയർ ഫിൽറ്ററിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, അതാണ് നമ്മുടെ BS6 വണ്ടികളൊക്കെ കണ്ടുപിടിക്കാനുള്ള ഒരു വഴി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ നേരെ ഒരു സെഡോൺ വരുവാണെങ്കിൽ തന്നെ അത് BS6 ആണോ BS3 ആണോ എന്ന് അറിയണമെങ്കിൽ ഈ സൈഡിലോട്ട് നോക്കിയാൽ മതി. നമ്മുടെ ഡ്രൈവർ ക്യാബിൻ്റെ തൊട്ട് താഴെ തന്നെയാണ് എയർ ഫിൽറ്റർ, അതൊക്കെ BS6 ആണ് ഗൈസ്. നമ്മുടെ BS3 ഒക്കെ ആണെങ്കിൽ ഈ ഒരു ഗ്രില്ല് നമ്മുടെ ഈ സൈഡ് ബോഡിയുടെ നടുക്കൊക്കെ ആയിട്ട് വരും. അപ്പോൾ നമ്മുടെ BS6നൊക്കെ ഫ്രണ്ടിലാണ് ഗൈസ്, ചെറിയൊരു ഗ്ലാസ്സും ഉണ്ട് സൈഡിൽ. അപ്പോൾ ഈ വണ്ടിയുടെ ഗ്രാഫിക്സ് നമ്മൾ സ്വന്തമായിട്ട് ചെയ്തതാണ്, വേറെ ആരുടെയും ഗ്രാഫിക്സ് ഒന്നും അല്ല ഇത് നമ്മൾ സ്വന്തമായിട്ട് ആദ്യമായിട്ട് ചെയ്തൊരു ഗ്രാഫിക്സ് ആണ്. അത് നമ്മൾ പയ്യെ മോഡിഫൈ ചെയ്ത് കൊണ്ടുവന്നതാണ് ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫ്രണ്ട്. നമ്മുടെ ഹാക്കറിൻ്റെ നമ്പർ എന്ന് പറയുന്നത് KL36J2009 ആണ് ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയുടെ ഫ്രണ്ട് ലുക്ക്. ഇന്ന് നമുക്ക് പിന്നെ ഒന്ന് സ്റ്റാർട്ടാക്കണ്ടേ നമ്മുടെ ലൈലാൻഡ് വൈക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. അതിന് മുന്നേ ഇതൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ സൈഡൊക്കെ വരുന്നത്. നമ്മൾ കണ്ണൊക്കെ വെച്ചായിരുന്നു, കുറച്ച് ദിവസമായി വെച്ചിട്ട്. അപ്പോൾ നമുക്ക് നേരെ ഇവനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. ഇപ്പോൾ കുറച്ച് നേരമായി ഓഫാക്കി ഇട്ടേക്കുവാണ്, നമുക്ക് സ്റ്റാർട്ടാക്കാം. അതിന് മുന്നേ അകത്ത് കയറാം ഗൈസ്. നേരെ നമുക്ക് നമ്മുടെ ക്യാബിൻ്റെ അകത്തോട്ട് കയറാം. ഇപ്പോൾ ഗൈസ് വണ്ടി സ്റ്റാർട്ടാക്കാൻ പോവാണ്. ഡീസലൊക്കെ 111 ലിറ്റർ നമ്മൾ അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഡീസലില്ലാതെ വണ്ടി അവിടെ കിടക്കുമായിരുന്നു, നമ്മൾ ഇന്നാണ് പോയി സെറ്റാക്കിക്കൊണ്ട് വന്നത്. നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മൊത്തം ഒരു അവിഞ്ഞ അവസ്ഥയാണ് ഗൈസ്, ഒന്നും പറയാനില്ല. കഴിഞ്ഞ ഒരാഴ്ചത്തെ കാര്യം സ്കൂളിൽ പോണവരാണെങ്കിൽ അറിയാം, ശോകമാണ് ഗൈസ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ ഒന്നും എടുക്കാൻ നേരം കിട്ടിയില്ല ഗൈസ്, അതാണ് വീഡിയോയ്ക്ക് ഒരു ഡിലേ വന്നത്. അപ്പോൾ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. ഓക്കെ. അപ്പം നമ്മുടെ ലൈലൻഡിൻ്റെ സൗണ്ട് ഒന്നും പറയാനില്ല, നമ്മുടെ BS6 പ്രത്യേകിച്ച്. ഇതൊക്കെയാണ് നമ്മുടെ ഹാക്കറിൻ്റെ ക്യാബിൻ വരുന്നത്. നോർമൽ ഒരു ക്യാബിനാണ് ഗൈസ്, പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. നമ്മുടെ ഡാഷൊക്കെ അശോക് ലൈലാൻഡിൻ്റെ തന്നെ ഡാഷാണ്. പിന്നെ നമ്മുടെ BS6 സ്റ്റിയറിങ്, കാറിൻ്റെയൊക്കെ സ്റ്റിയറിങ് പോലെയുണ്ട് ഗൈസ്. ഇത് നമ്മുടെ ലൈലാൻഡിൻ്റെ ലോഗോ ഒക്കെ കൊടുത്തിട്ടുണ്ട്.
പിന്നെ ഈ ക്യാബിനിൽ ഇരുന്ന് നോക്കുമ്പോൾ നമ്മുടെ ഹാക്കറിൻ്റെ ഒരു കണ്ണ് മാത്രമേ കാണാൻ പറ്റുള്ളൂ, മറ്റേ കണ്ണ് ഡാഷ്ബോർഡ് കാരണം കാണാൻ പറ്റണല്ലോ ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ക്യാബിൻ വരുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മുടെ സെഡ് അസ്ത്രയുടെ അതേ ക്യാബിൻ. പിന്നെ നമുക്ക് ഇവൻ്റെ അകത്തോട്ട് കയറാം ഗൈസ്. അപ്പം അതിന് മുന്നേ നമുക്ക് ഡോറൊന്ന് തുറക്കാം. ഡോറ് എയർ ഡോറാണ് ഗൈസ്, കാരണം ഒറ്റ സ്വിച്ച് ഇട്ടാൽ തന്നെ അകത്തോട്ടിങ്ങനെ തുറന്ന് പോരും. ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഓക്കെ, നമുക്കപ്പോൾ ഡോറ് തുറക്കാം. എൻ്റെ ഡോർ ആദ്യം പുറത്തോട്ട് വരുന്ന രീതിയിലായിരുന്നു, പിന്നെ നമ്മളത് അകത്തോട്ട് വരുന്ന രീതിക്ക് ആക്കിയതാണ് ബോഡി ചെയ്തപ്പോൾ. അതേ നമ്മൾ ഡോറ് തുറന്നിട്ടുണ്ട്. നമുക്ക് ഇവൻ്റെ ഡിക്കിയൊക്കെ തുറന്ന് വരും ഗൈസ്. ഞാൻ ഡിക്കിയൊക്കെ തുറന്ന് കാണിച്ചു തരാം. ഡിക്കിയൊക്കെ ഒറ്റ സ്വിച്ച് ഇട്ടാൽ തന്നെ തുറന്നിങ്ങനെ പോരും. ഇതേ തുറന്ന് വന്നിട്ടുണ്ട്. ഞാൻ താഴെ ഇറങ്ങി കാണിച്ചു തരാം ഗൈസ് നമ്മുടെ ഡിക്കിയല്ല. ഇവന് കുറേ ഡിക്കിയുണ്ട്, നമ്മുടെ ഹാക്കറിൻ്റെ സെക്കൻഡ് എഡിഷനും ഉണ്ട് ഗൈസ്. അപ്പം നമുക്ക് ഇവൻ്റെ ഡിക്കിയും സംഭവമൊക്കെ ഒന്ന് നോക്കാം. ഇവന് കുറച്ചധികം ഡിക്കിയുണ്ട്, പക്ഷെ നമ്മുടെ ഹാക്കറിൻ്റെ സെക്കൻഡ് എഡിഷൻ്റെ അത്ര ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനും എങ്ങാണ്ട് 10 ഡിക്കി എങ്ങാണ്ട് വരുന്നുണ്ട്. ഇവൻ അത്രയും ഇല്ല. ഇവന് ഒരു സൈഡിൽ മാത്രമാണ് ഡിക്കി ഇച്ചിരി കൂടുതലുള്ളൂ, അപ്പുറത്തെ സൈഡിൽ ഒരെണ്ണേ ഉള്ളൂ ഗൈസ്. ഇത് സൈഡിലോട്ട് വരുമ്പോൾ 2 12 വോൾട്ടിൻ്റെ ബാറ്ററിയാണ് ഇവന് കൊടുത്തേക്കുന്നത്. ഇതാണ് നമ്മുടെ ബാറ്ററി ബോക്സ്. തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ ടൂൾ ബോക്സ് ഇരിപ്പുണ്ട് ഗൈസ്. അതൊക്കെ ടൂൾസാണ്. പിന്നെ അതിൻ്റെയും തൊട്ടിപ്പുറത്തായിട്ട് സ്പെയർ വീലിൻ്റെ ബോക്സ് വരുന്നുണ്ട് ഗൈസ്. പിന്നെ നമ്മുടെ ബാക്ക് ടയറിൻ്റെ പുറയിലായിട്ട് ഒരു ഡിക്കി വരുന്നുണ്ട്. അത് അപ്പുറത്തെ ഇപ്പുറത്തെ ഒറ്റ ഡിക്കിയാണ് ഗൈസ്. ആ ചേസിസിൻ്റെ ഒരു ഇത് കാരണമാണ് അങ്ങനെ തോന്നണത്. പിന്നെ നമ്മൾ പുറയിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ സൈഡിൽ നമ്പർ പ്ലേറ്റ് നമ്മൾ കൊടുത്തായിരുന്നു. നമ്മുടെ ഈ വലിയ ഡിക്കിയുടെ അകം ഈ 2 ചെറിയ ഡിക്കിയുടെ അകമായിട്ട് കണക്റ്റഡ് ആണ്. അതുകൊണ്ട് പിന്നെ എത്ര വേണമെങ്കിലും ലഗേജ് കയറ്റി വെക്കാം, ഒരു കുഴപ്പമില്ല. പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ ഹാക്കറിൻ്റെ സൈഡ്. പിന്നെ ഇവൻ്റെ സൈഡിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ ഡിക്കിയേ ഉള്ളൂ. പിന്നെ ഓർമ്മ ഇവിടെ ഉണ്ട്, അതാണ് ഈ ലോക്കാണ് ഗൈസ്. ഇനി നമ്മൾ ചാവിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് വേണം, അതൊക്കെ ഇനി വലിയ തൊല്ല പിടിച്ച കേസാണ്. പിന്നെ ഈ ഒരു ഡിക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ AD ബ്ലൂ ഒക്കെ സ്റ്റോർ ചെയ്യാനായിട്ടൊരു ഡിക്കി കൊടുത്തേക്കണതാണ്. AD ബ്ലൂവിൻ്റെ ടാങ്കാണ് അപ്പുറത്ത്, തൊട്ടിപ്പുറത്ത് തന്നെ കാണുന്ന ഒരു വെട്ടിയാണ് ഗൈസ്. അപ്പോൾ ഏതായാലും ഇത്രയൊക്കെയാണ് ഇവൻ്റെ പുറത്തെ വിശേഷങ്ങൾ. ഇനി ഇവൻ്റെ അകത്തോട്ട് കയറാം ഗൈസ്. അകത്താണ് ഇവൻ്റെ സെറ്റ് മുഴുവൻ. ഇവിടെ നമ്മുടെ ഹാക്കർ മിന്നി നിൽക്കുവാണ്, എല്ലാവരും ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല. നെയിം ബോർഡൊക്കെ ഇട്ട് നമ്മുടെ ചെറുക്കൻ ഇവിടെ മിന്നി നിൽക്കുവാണ്. രാത്രിയാണ് ഗൈസ് ഇവൻ്റെ ആ ഒരു ഭീകര രൂപം എന്ന് പറയണത്. കണ്ടാൽ തന്നെ എല്ലാവരും ഒന്ന് ഞെട്ടുന്ന രൂപമാണ് ഇവൻ്റെ. അപ്പോൾ നമുക്ക് ഇവൻ്റെ അകത്തോട്ട് കയറാം ഗൈസ്. ഞാൻ ക്യാബിനൊക്കെ കാണിച്ചു തരാം. നമ്മൾ അകത്തോട്ട് കയറിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഹാക്കറിൻ്റെ ക്യാബിൻ എന്ന് പറയണത്. മൊത്തം പിക്സലും നിയോണും ഒക്കെ കയറ്റിയിട്ടുണ്ട്. 4 സ്പീക്കറാണ് ഇവിടെ വരുന്നത്, 2 JBL ആണ് ഗൈസ്. പിന്നെ ഒരു മിക്സറും വരുന്നുണ്ട്. ഇനി ഇവൻ്റെ അകത്തെന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ ATP വണ്ടിയും പോലെ തന്നെ 45 സീറ്റാണ് വരുന്നത്. 2+2 ലേഔട്ടിൽ. ഞാൻ കാണിച്ചു തരാം ഗൈസ്. നമ്മുടെ പുഷ് ബാക്ക് സീറ്റാണ്. നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ ഇതാണ് നമ്മുടെ ഹാക്കറിൻ്റെ അകം. ഫുള്ള് പിക്സൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലയൺ കിങ്ങിൻ്റെ മാരക സെറ്റാണ് ഇതിൻ്റെ അകത്ത് കയറ്റിയേക്കണത്. ഇടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചില്ലൊക്കെ കിടന്ന് വൈബ്രേറ്റ് അടിക്കുന്ന സൈസ് ഇടിയാണ് ഗൈസ് ഇവൻ്റെ. ഇതൊക്കെയാണ് നമ്മുടെ ഹാക്കറിൻ്റെ അകത്തെ വിശേഷങ്ങൾ. ഇനി ഇവൻ്റെ പുറകിലാണ് ഏറ്റവും സെറ്റ് എന്ന് പറയണത്. ഞാൻ പുറയിലോട്ട് പോയി കാണിച്ചു തരാം ഗൈസ്. ഓക്കെ, നമുക്ക് പുറയിലോട്ട് പോവാം. നമ്മുടെ 6 JBL ആണ് ഇവിടെ ഇരിക്കണത്. മാരക ഇടിയാണ് ഗൈസ് പുറയിൽ. പിന്നെ 2 സ്പീക്കറും കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ പിന്നെ അവിടെ ഉള്ളവർക്ക് ഇടി മാത്രമേ കേൾക്കുകയുള്ളൂ. മ്യൂസിക് ഇട്ട് കഴിഞ്ഞാൽ സൗണ്ടൊന്നും കേൾക്കുകയില്ല. അപ്പോൾ ഇവിടെ ഇടിയുടെ പൂരമാണ് ഗൈസ്. ഇതിൻ്റെയൊക്കെ നടുക്കിരിക്കുന്നവൻ്റെ അവസ്ഥ ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഇടി എന്ന് പറഞ്ഞാൽ അമ്മാതിരി ഇടിയാണ്. പിന്നെ ഇതാണ് നമ്മുടെ ഹാക്കറിൻ്റെ ബാക്ക് സീറ്റ് ഇരുന്നുള്ള വ്യൂ. സെറ്റപ്പ് വ്യൂ ആണ് ഗൈസ്. ഇവിടെ 5 സീറ്റ് ഉള്ളതിൻ്റെ നടുക്കത്തെ സീറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ ഫുൾ സീറ്റും കാണാം. എൻ്റെ മോനെ പവർ സാധനം. നമ്മുടെ ചാനൽ ഇത്രയും വളർത്തിയത് ഇവൻ ഒറ്റ ഒരുത്തനാണ് ഗൈസ്. നമ്മുടെ ഹാക്കറിൻ്റെ ഫ്രണ്ടിലൊരു വലിയൊരു TV വരുന്നുണ്ട്. പിന്നെ 2 സ്പീക്കറും അപ്പുറം ഇപ്പുറം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു JBLും വെച്ചിട്ടുണ്ട് ഗൈസ്. സിനിമയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മാരക ഇടിയാണ്. ക്യാബിനിലും ഒരു കുറവുമില്ല ഗൈസ്. 2 സ്പീക്കർ അവിടെ ഇരിപ്പുണ്ട്, എല്ലാവരും ശ്രദ്ധിച്ചോന്ന് എനിക്കറിയത്തില്ല.
രണ്ട് സ്പീക്കർ നമ്മുടെ ക്യാബിൻ്റെ മണ്ടയ്ക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡ്രൈവറിൻ്റെ താഴെ ഉണ്ട് ഗൈസ്, അത് കാണാൻ പറ്റിയല്ല. അപ്പോൾ നമുക്ക് താഴെ ഇറങ്ങാം ഗൈസ്. എന്നിട്ട് നമുക്ക് ഇവനെ ഒന്ന് സ്റ്റാർട്ടാക്കി ഒന്ന് 2 റൗണ്ട് ഓടിച്ചിട്ട് വരാം. അപ്പോൾ ഏകദേശം നമ്മുടെ റിവ്യൂ ഇവിടെ തീരാറായിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഇവനെ ഒന്ന് ഓടിക്കണം, ഒന്ന് ഡ്രൈവ് ചെയ്തേക്കാം ഗൈസ്. ഏതായാലും നമ്മൾ നമ്മുടെ ഹാക്കറിനെ ഇവിടെ വരെ കൊണ്ടുവന്നു. നമ്മുടെ ഷെഡിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട് ഗൈസ് ഇങ്ങോട്ട്. അപ്പോൾ നമ്മൾ 10-25 കിലോമീറ്റർ ഓടിച്ചുകൊണ്ട് വന്നതാണ് നമ്മളിവനെ. എന്നാലും ഇവനെ ഓടിക്കുമ്പോൾ ഒരു പ്രത്യേക വൈബാണ് ഗൈസ്. ഇതൊക്കെയാണ് നമ്മുടെ ഹാക്കറിൻ്റെ ഓവറോൾ ലുക്ക്. സൈഡ് ഗ്രാഫിക്സ് ഒക്കെ പക്കയാണ് ഗൈസ്. നമ്മൾ ആദ്യമായിട്ട് ചെയ്ത ഗ്രാഫിക്സ് ആണ്. ഈ ഗ്രാഫിക്സ് ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ എന്നാണെങ്കിലും കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മുടെ പയ്യനെ അങ്ങോട്ട് എടുക്കാം. നേരെ നമുക്ക് ക്യാബിനിലോട്ട് വിടാം ഗൈസ്. ഓക്കെ. അപ്പോൾ ഗൈസ് നമുക്ക് വണ്ടി എടുക്കുന്നതിന് മുന്നേ ഇവൻ്റെ ഡിക്കിയൊക്കെ അങ്ങ് അടച്ചേക്കാം, ഡോറും അടച്ചേക്കാം ഗൈസ്. അല്ലെങ്കിൽ പിന്നെ ഇനി വണ്ടി എടുക്കുമ്പോൾ ശരിയാവത്തില്ല അല്ലെങ്കിൽ. അപ്പോൾ നമ്മളിത് ക്യാബിനിലോട്ട് കയറിയിട്ടുണ്ട്. നമുക്ക് നേരെ വണ്ടി എടുക്കാം. ഇതന്നെ വണ്ടി നീങ്ങാത്ത, ന്യൂട്രലാണ് ഗൈസ്, ഞാൻ നോക്കിയില്ല. ഇതന്നെ ഇപ്പോഴും നീങ്ങാത്ത, ഹാൻഡ് ബ്രേക്ക് ആയിരുന്നു. ഈ വണ്ടിയൊക്കെ ഇതേ നമ്മൾ തിരിച്ചൊടിച്ചെടുക്കുവാണ് ഗൈസ്. നമ്മുടെ ഈ ഒരു ചെറിയ സ്ഥലത്താണ് ഇവനായിട്ട് ഓടിക്കണത്. ഇനി റോഡിലോട്ട് ഇറക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ലോകം മുഴുവൻ കറങ്ങിയിട്ട് ഇവനെ കൊണ്ട് വരുവുള്ളൂ. അങ്ങനെ ഒരു ഗുണമുണ്ട് ഗൈസ് ഈ വണ്ടിക്ക്. അപ്പോൾ നമുക്കിനി പുറത്തെ വിഷ്വൽസ് കാണാം. നമ്മുടെ വണ്ടി തിരിഞ്ഞ് വരുവാണ് ഗൈസ്. എൻ്റെ മോനെ, ആ ഒരു മാരക ലുക്ക്. അത് രാത്രിയാണ് ഇവൻ്റെ ആ ഒരു ഭീകര രൂപം കാണുന്നത്. അതാണ് ഏറ്റവും ഒരു ഹൈലൈറ്റ് എന്ന് പറയണത്. ഇവനെ സ്റ്റിക്കർ അടിക്കാൻ പോയപ്പോൾ ഞാനിവൻ്റെ രാത്രിയിലത്തെ വ്യൂ ഒന്ന് കാണിച്ചു തന്നായിരുന്നു. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണുക ഗൈസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് കൂടി ചെയ്യുക ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയ്ക്കായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. വീഡിയോ കണ്ടതിന് നന്ദി. ഓക്കേ.